ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് LDC, ഖാദി ബോർഡ് LDC, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഇതുപോലുള്ള എക്സാമുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. മുൻ വർഷങ്ങളിൽ ഇംഗ്ലീഷ് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. ഇത് കാറ്റഗറി കോഡ് 50/2011 LDC പത്തനംതിട്ട ജില്ലയിൽ ചോദിച്ച ഇംഗ്ലീഷിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. Other question: use the correct tense of the words in brackets and fill in the gaps. When Raju reached the hall, the meeting dash already dash. ഇവിടെ ഹാവ് എന്നും ബിഗിൻ എന്നും ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉചിതമായ ഫോമാണ് എഴുതേണ്ടത്. ഹാർഡും ബിഗിനുമാണ്. When Raju reached the hall, the meeting had already begun. ഭൂതകാലത്തിൽ ഒരു പ്രവൃത്തിക്ക് മുമ്പേ മറ്റൊന്ന് നടന്നു കഴിഞ്ഞിരുന്നു എന്ന് ഈ ടെൻസ് സൂചിപ്പിക്കുന്നു. ആദ്യം നടന്ന പ്രവൃത്തി പാസ്റ്റ് പെർഫെക്റ്റിലായിരിക്കണം. അതുകൊണ്ടാണ് അവിടെ ഹാർഡ് ഉപയോഗിച്ചത്. പാസ്റ്റ് പെർഫെക്റ്റ്. When Raju reached the hall, the meeting had already begun. അടുത്ത while in Mumbai, he dashed at a 5-star hotel. Put up. While in Mumbai, he put up at a 5-star hotel. Put up എന്നാൽ അർത്ഥം to build raised എന്നാണ്. To build raised. മുംബൈയിലായിരുന്ന സമയത്ത് അദ്ദേഹം ഒരു 5-star ഹോട്ടൽ പണിതു. ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ put up എന്ന് വന്നിരിക്കുന്നത്. Put in. Put in എന്നാണെങ്കിൽ അർത്ഥം to make an official request for having something. To make an official request for having something. Put about. Put about ആണെങ്കിൽ to tell people something that is not true. To tell people something that is not true. സത്യമല്ലാത്തൊരു കാര്യം ആൾക്കാർ പറയുന്നതിനാണ് put about എന്ന് പറയുന്നത്. Put by. Put by എന്നാണെങ്കിൽ to save an amount of money to use later. പിന്നീട് ഉപയോഗിക്കാനായി പൈസ സേവ് ചെയ്യുന്നതിനാണ് പുട്ട് ബൈ എന്ന് പറയുന്നത്. പുട്ട് അപ്പ് എന്നാണെങ്കിൽ ബിയർ എന്നാണ് അർത്ഥം. ടു ബിയർ. അടുത്ത് ലെറ്റ് us have a cup of tea ഡാഷ്. ഷാൽ വി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ലെറ്റസ് എന്ന വാക്കാണ്. ഈ ലെറ്റസ് വരുമ്പോൾ എപ്പോഴും ഷാൽ വി ആണ് ഉപയോഗിക്കേണ്ടത്. ലെറ്റസ് എന്ന് വരുന്ന വാക്കിന് എപ്പോഴും ഷാൽ വി ആണ് ഉപയോഗിക്കേണ്ടത്. I congratulate you dash your success. I congratulate you dash your success. On. I congratulate you on your success. കൺഗ്രാജുലേറ്റിൻ്റെ കൂടെ എപ്പോഴും ഓൺ ആണ് ചേർക്കേണ്ടത്. കൺഗ്രാജുലേറ്റ് ഓൺ സംതിങ് അങ്ങനെയാണ് പറയാറ്. കൺഗ്രാജുലേറ്റിൻ്റെ കൂടെ ഓൺ ചേർക്കണം. ഡീൽ എന്ന വാക്കാണെങ്കിൽ ഇന്നാണ് ചേർക്കേണ്ടത്. ഡീൽ ഇൻ സംതിങ്. വിച്ച് ഈസ് ദ വേർഡ് ഈക്വൽ ഇൻ മീനിങ് ടു പെസ്റ്റർ. ഡിസ്റ്റർബ്. പെസ്റ്റർ എന്നതിന് ഈക്വൽ ആയിട്ടുള്ള മീനിങ് ആണ് ഡിസ്റ്റർബ്, ശല്യപ്പെടുത്തുക. ഹി റിപ്ലൈഡ് ദാറ്റ് ഹി വിൽ കം. വിച്ച് ഈസ് ദ ഇൻകറക്റ്റ് വേർഡ് ഇൻ ദി സെന്റൻസ്. വിൽ. കറക്റ്റായിട്ടുള്ള സെൻസ് എങ്ങനെയാണ് വരിക? ഹി റിപ്ലൈഡ് ദാറ്റ് ഹി വുഡ് കം. വില്ലിന് പകരം വുഡ് ആണ് വരേണ്ടത്. റിപ്ലൈഡ് എന്നാണ്, അതുകൊണ്ട് വുഡ്. ഹി റിപ്ലൈഡ് ദാറ്റ് ഹി വുഡ് കം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ്ലി സ്പെൽഡ്? കാറ്റസ്ട്രോഫി. CATASTROPHE. CATASTROPHE. Opposite word of shallow is deep. Shallow എന്നതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഡീപ്പ്. ഹോളോ എന്നതിൻ്റെ ഓപ്പോസിറ്റ് ഫുൾ, ഫിൽഡ് എന്നൊക്കെയാണ്. ഫുൾ, ഫിൽഡ് എന്നൊക്കെയാണ് ഹോളോ എന്നതിൻ്റെ ഓപ്പോസിറ്റ്. ഹിഡൻ. ഹിഡൻ്റെ ഓപ്പോസിറ്റ് വിസിബിൾ, എക്സ്പ്ലിസിറ്റ് എന്നൊക്കെയാണ്. ഹിഡൻ, വിസിബിൾ, എക്സ്പ്ലിസിറ്റ്. നിയറിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഫാർ, അടുത്തും ദൂരെയും.
Censure has the meaning. Censure. Condemn. Censure. Condemn. ശാസിക്കുക എന്ന അർത്ഥത്തിലാണ് സെൻഷർ ഉപയോഗിക്കുന്നത്. അടുത്ത് ഡാഷ് നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ്. ഡാഷ് നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ്. എ ലിറ്റിൽ. എ ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ്. എ ലിറ്റിൽ എന്നാൽ അല്പം, കുറച്ച് എന്നൊക്കെയാണ് അർത്ഥം. വളരെ കുറച്ച്, അല്പം എന്നൊക്കെയാണ് എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ അർത്ഥം. ലിറ്റിൽ എന്നാൽ ഒട്ടുമില്ല എന്നാണ് അർത്ഥം. ലിറ്റിൽ എന്നാൽ ഒട്ടുമില്ല. ദ ലിറ്റിൽ എന്നാൽ ഉള്ളതത്രേ, അങ്ങനെ അർത്ഥത്തിലാണ് ദ ലിറ്റിൽ ഉപയോഗിക്കുന്നത്. എ ലിറ്റിൽ എന്നാൽ അല്പം, കുറച്ച്, അല്പജ്ഞാനം, ആപത്ത് എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എ ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ്. അടുത്തത് ഡാഷ് മാൻ വിഷസ് ടു ബി ഹാപ്പി. എവരി. എവരി മാൻ വിഷസ് ടു ബി ഹാപ്പി. എവരി മാൻ വിഷസ് ടു ബി ഹാപ്പി. ന്യൂമിസ്മാറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഡാഷ്. കോയിൻസ്. നാണയത്തെക്കുറിച്ചുള്ള പഠനമാണ് ന്യൂമിസ്മാറ്റിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കാർപ്പോളജിയാണ് ദ സയൻസ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ്. ദ സയൻസ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് കാർപ്പോളജിയാണ്. ദിസ് ഈസ് ദ മാൻ ഡാഷ് പേഴ്സ് വാസ് ലോസ്റ്റ് ഇൻ ദി ബസ്. ഹൂസ്. ദിസ് ഈസ് ദ മാൻ ഹൂസ് പേഴ്സ് വാസ് ലോസ്റ്റ് ഇൻ ദ ബസ്. ബസ്സിൽ വെച്ച് പേഴ്സ് പോയത് ആരതാണോ അയാളാണ് ഇയാൾ. ഹൂസ് ആരുടെ, ആരുടേത് എന്നർത്ഥത്തിലാണ് ഹൂസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും വ്യക്തികളെ കുറിക്കുമ്പോൾ ഹൂസ് ആണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ചിലപ്പോൾ മൃഗങ്ങൾ, അചേതന വസ്തുക്കൾ, നദികൾ, രാജ്യങ്ങൾ എന്നിവയോടൊപ്പവും ഹൂസ് ഉപയോഗിക്കാറുണ്ട്. ആരുടെ, ആരുടേത് അതാണ് ഇതിൻ്റെ മലയാളം അർത്ഥം. ആസ് യു സോ ഡാഷ് യു റീപ്പ്. സോ. ആസ് യു സോ സോ യു റീപ്പ്. ആസ് യു സോ സോ യു റീപ്പ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡു നോട്ട് ബിലോങ് ടു ദി ഗ്രൂപ്പ്. അക്ട്. അക്ട് എന്നാൽ പ്രവർത്തിക്കുക എന്നാണ് അർത്ഥം. ഗവേൺ എന്നാൽ ഭരിക്കുക എന്നാണ് അർത്ഥം. നൗറിഷ് എന്നാൽ പോഷിപ്പിക്കുക എന്നാണ് അർത്ഥം. അപ്പോയിന്റ് എന്നാൽ നിയമിക്കുക എന്നാണ് അർത്ഥം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് കെയിം ഇൻ ടു ഇംഗ്ലീഷ് ഫ്രം മലയാളം. കൊപ്ര. കൊപ്ര എന്നാണ് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വന്ന ഒരു വേർഡ്. ഹി ഡൈഡ് ഡാഷ് ഹിസ് ഓൺ ഹാൻഡ്സ്. ബൈ. ഹി ഡൈഡ് ബൈ ഹിസ് ഓൺ ഹാൻഡ്സ്. ഈ ഡൈഡിൻ്റെ കൂടെ ഫോർ ഉപയോഗിക്കുന്നത് എ കേസ് വരുമ്പോഴാണ്. ഡൈഡ് ഫോർ എ കേസ്. ഫ്രം ഉപയോഗിക്കുന്നത് ഡൈഡ് ഫ്രം ആൻ ആക്സിഡൻറ്റ്, ആ അർത്ഥത്തിൽ ഫ്രം ഉപയോഗിക്കും. ഡൈഡ് ഓഫ് എ ഡിസീസ്, അങ്ങനെ അർത്ഥത്തിൽ ഓഫ് ഉപയോഗിക്കും. ഇവിടെ ഹി ഡൈഡ് ബൈ ഹിസ് ഓൺ ഹാൻഡ്സ്. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ്സ് en is not used as prefix. envy. envyയുടെ കൂടെ ഇ എന്ന പ്രിഫിക്സ് അല്ല ചേർത്തിരിക്കുന്നത്. envy എന്നൊരു വാക്കാണ്. എന്നാൽ engulf, ഈ ഗൾഫിൻ്റെ കൂടെ ഇ എൻ ചേർത്തിരിക്കുന്നു. encourage, കറേജ് എന്നതിലൂടെ ഇ എൻ ചേർത്തിരിക്കുന്നു. enlist, ലിസ്റ്റ് എന്നതിലൂടെ ഇ എൻ ചേർത്തിരിക്കുന്നു. which of the following is wrongly paired. റോങ് ആയിട്ട് ചേർത്തിരിക്കുന്ന ജോഡി ഏതാണ്? വാർഡൻ, വാർഡ്രസ്. വാർഡൻ, വാർഡ്രസ്. മാസ്റ്റർ, മിസ്ട്രസ്. ഫോക്സ്, വിക്സൺ. വിഡോവർ, വിഡോ. അതെല്ലാം സ്ത്രീലിംഗവും പുല്ലിംഗവുമാണ്. എന്നാൽ വാർഡൻ, മെയിൽ വാർഡൻ, ഫീമെയിൽ വാർഡൻ, അങ്ങനെ രണ്ടും വാർഡൻ തന്നെയാണ് പറയുക. ചിക്കൻ ഹാർട്ടഡ് മീൻസ് ഫിയർഫുള്ളി. ചിക്കൻ ഹാർട്ടഡ് എന്നാൽ ഫിയർഫുള്ളി എന്നാണ് അർത്ഥം. ഭയങ്കരമായി. ഫിയർഫുള്ളി എന്നാൽ ഭയങ്കരമായി. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. Subscribe for more videos.
To get instant notification for new videos, click on the bell icon. നിങ്ങൾ ഒരു ജോലി നോക്കുകയാണോ? സർക്കാർ, അർദ്ധ സർക്കാർ, പ്രൈവറ്റ് സ്ഥാപനം തുടങ്ങിയവയിലേക്കുള്ള ഒഴിവുകൾ, വിദേശത്തേക്കുള്ള ഒഴിവുകൾ എന്നിവ നേരത്തെ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കേരളത്തിലെ ഏറ്റവും വലിയ ടീച്ചേഴ്സ് വേക്കൻസി ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ മെസ്സേജ് അയയ്ക്കുക. അഡ്മിൻ 97 44 88 59 63. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക. നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ജോലിക്കാരെ തേടുന്നുവോ? കോൺടാക്റ്റ് 7558071990 അതല്ലെങ്കിൽ ecpsc2@gmail.com.